ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആനുവൽ മീറ്റിന് മുന്നിൽ കണ്ടുകൊണ്ട് ചില വിവരങ്ങൾ ധരിപ്പിക്കാനാണ്. ഗെയിംസിൽ നമ്മൾ എന്നും മുമ്പിലായിരുന്നു. അത്ലറ്റിക്സിലെ മോശം പ്രകടനമാണ് കഴിഞ്ഞ പല വർഷങ്ങളിലും നമുക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമാക്കിയത്. എന്നാൽ ഈ വർഷം അത്ലറ്റിക്സിൽ മിടുക്കന്മാരായ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ RV കോളേജ് തന്നെയായിരിക്കും ഈ വർഷവും നമ്മുടെ പ്രധാന എതിരാളി. മറ്റൊരു പ്രധാന കാര്യം, ഈ വർഷം മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ വ്യക്തിഗത ചാമ്പ്യനാകുന്ന ആളെയും കാത്ത് ഒരു സുവർണാവസരം ഇരിപ്പുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ഗുഡ്വേയുടെ വക 10 ലക്ഷം രൂപ സമ്മാനവും അവരുടെ തന്നെ കമ്പനിയിൽ സ്പോൺസർഷിപ്പോടെ ജോലിയും. വരുന്ന മാർച്ച് 5-നാണ് മീറ്റ് തുടങ്ങുന്നത്. ആദ്യം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരും അവർക്ക് നൽകിയിട്ടുള്ള ഐറ്റങ്ങളും വായിക്കാം. പ്രാക്ടീസ് ടൈമിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചിലർക്ക് പുതുതായി ചില ഐറ്റങ്ങൾ കൊടുക്കുകയും മറ്റു ചിലരെ ചില ഐറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരേ ഐറ്റങ്ങളിൽ ഒന്നിലധികം പേരെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അഴിച്ചുപണികളെല്ലാം തന്നെ നമ്മുടെ ടീമിന്റെ ടോട്ടൽ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താനാണ്. സാറെന്താ മേലോട്ട് നോക്കുന്നത്? മിസൈല് വല്ലോ വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈല്? വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ചു ഈ പരുവത്തിലാവും. എന്റെ അമ്മേ. ഈശോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ? അത് കഴിഞ്ഞല്ലോ സാർ. എന്റെ കാര്യം കഴിഞ്ഞു. നെഞ്ചിനെങ്ങനെയാണ് സാർ? എഞ്ചിൻ കയറിയ പോലെ ഉണ്ട്. താനിങ്ങി വേടോ ജമ്പുകാരൻ. താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത്, താഴെ കൂടെയാണോ ചാടിയത്? സാർ മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ ഇങ്ങനെ? ഓടിവാ സാർ. കൊത്തേ. എങ്ങനെങ്കിലും ഇത് വലിച്ചൂരടാ. ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ. ക്യാൻറ്റീനിൽ കോടാലുണ്ടല്ലോ, ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോകാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്പോർട്സ്മാരെ. മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. ഗ്യാസ് കൊണ്ടുള്ള വണ്ടിയാണ്. മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കാൻ ക്യാൻറ്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് ഓലുമ്പ പിടിക്കല്ലാരും ഒരു മാറിക്ക്. നീ എന്താണ് എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ? കൊടിയും കുത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്ന കാണണ്ടേ സാർ? വന്ന് മൂട്ടിലിടിച്ച കാറ്റടിച്ചപ്പോ ഒരു സുഖം. ആ സ്ഥലത്തേക്ക് ഒന്ന് കയറിയിട്ട് പിന്നെ ചിരിക്കണോ? ഇതിലും വലുതെന്തോ വരാനിരുന്നതാ, ദൈവം കാത്തു. എന്താ ചൂട് പിടിച്ചൊരു ചർച്ച? അറിഞ്ഞില്ലേ, ഒരു സെക്ഷന്റെ പടയൊരുക്കം കഴിഞ്ഞു. കുഞ്ഞവര സാറിന്റെ അത്ലറ്റിക് ടീം റെഡി ഫോർ ദി ബാറ്റിൽ. നാളെ നമ്മുടേതാ. അതെ, മത്സരത്തിന് 3 മാസം മുമ്പുള്ള ഈ പടയൊരുക്കം ആദ്യ സംഭവം എന്നാ പറഞ്ഞു കേൾക്കുന്നേ. എന്തായാലും നാളെ മുതൽ ഭയങ്കര പ്രാക്ടീസാ. പ്രിൻസിപ്പൾ പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാ. അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്റെ ചേട്ടൻ മത്സരിക്കുന്ന 400 മീറ്റേഴ്സിൽ ചേട്ടൻ ഫസ്റ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല, ഒരു റെക്കോർഡും ചേട്ടൻ നേടും. ഒന്ന് മതിയാക്കടി, ഒരു ചേട്ടനും അനിയത്തി. അത് മാത്രമല്ല, മത്സരിക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി അർജുൻ വ്യക്തിഗത ചാമ്പ്യനും ആകും. മറ്റേത് സഹോദര സ്നേഹമായിട്ട് കണക്കാക്കാം. അപ്പൊ ഇതോ? എനിക്കൊരു സംശയം, 400 മീറ്റേഴ്സിൽ നിന്റെ ചേട്ടൻ ജയിക്കോ അതോ അർജുൻ ജയിക്കോ? അതിന് അർജുൻ 400 മീറ്റേഴ്സിൽ മത്സരിക്കുന്നില്ലല്ലോ. ഉണ്ടല്ലോ. അർജുൻ ആദ്യം മത്സരിച്ചിരുന്നത് 100 മീറ്റേഴ്സിനും 200 മീറ്റേഴ്സിനും ഹൈജമ്പിനും പിന്നെ റിലേയിലും ആയിരുന്നു. പക്ഷെ ഇപ്പോ ഹൈജമ്പിൽ നിന്ന് മാറി ഇവളുടെ ചേട്ടന്റെ ഒപ്പം 400 മീറ്റേഴ്സിലാ മത്സരിക്കുന്നത്. അതെന്താ? പുതിയ പരിഷ്കാര. അപ്പൊ ഓരോ ഐറ്റത്തിൽ 2 പേർക്ക് മത്സരിക്കാവോ? ഇന്നെന്താ പ്രാക്ടീസിന് ഇറങ്ങിയില്ലേ? ഒരു മൂടില്ല. എന്തു പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ഗൗരി അറിഞ്ഞാണല്ലോ തന്റെ ഏട്ടന്റെ കൂടെ ഞാൻ മത്സരിക്കുന്നത്. എന്തൊന്നും മിണ്ടാത്തെ? എന്തും മിണ്ടാൻ.
അർജുൻ സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തതാണോ 400 മീറ്റേഴ്സ്? അല്ല, കുഞ്ഞവർ സാറ് പറഞ്ഞിട്ടാ. പക്ഷേ അപ്പോ എന്റെ ചേട്ടന്റെ കൂടെയാണ് മത്സരിക്കേണ്ടി വരികയെന്ന് അർജുന് അറിയില്ലായിരുന്നു അല്ലേ? ഇല്ല. ഗൗരി എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഏട്ടന്റെ കൂടെ മത്സരിക്കുന്നോണ്ടാണോ? ഒന്നുമില്ല അർജുൻ. ഒന്നുമില്ല. ഇല്ലെന്നേ, ഈ അർജുന്റെ ഒരു കാര്യം. എല്ലാരും പോകുന്നു, ഞാനും പോട്ടെ. ഗുഡ് ബൈ. ഓക്കെ. ഇതാവേ ഈ പാനപാത്ര എന്നിൽ നിന്ന് നിൽക്കണമേ. അയ്യോ, ഇത് കുഞ്ഞവറ സാറല്ലേ? സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇതാരാ ചന്ദ്രനീന്ന്? നിന്റെ അമ്മൂമ്മയുടെ നായര്. ഹായ്, കുഞ്ഞവറ സാറ്. അല്ല, സാറും ദേവേഷത്തില്. ഇവിടെ ഓരോരുത്തന്മാര് ചന്തിക്കെറിഞ്ഞല്ലേ പ്രാക്ടീസ് നടത്തുന്നത്. പ്രാക്ടീസ് മുടക്കരുത് ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ അന്നം മുടക്കി. എത്ര ദിവസമായെന്നറിയോ ജലപാനം കഴിച്ചിട്ട്? അതെ, സാറിന്റെ പെട്ടിയോട്ടോയിൽ. വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ പറ്റും. ഇതാകുമ്പോ കവച്ചെന്നെങ്കിൽ വരാമല്ലോ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? സ്വപ്പം താഴേക്ക് മാറിയിരുന്നെങ്കിൽ 2 വേൾഡ് ട്രേഡ് സെന്റർ, ഒരു പാമ്പം പാലവും തകർന്നേനെ. പക്ഷേ പെന്റഗണി ഇടിച്ചിരുന്ന രക്ഷയായി. എന്നതായാലും നല്ല ആർക്ക്? എറിഞ്ഞു പിടിപ്പിച്ച തെണ്ടിക്ക്. എന്റെ ശരീരത്തിൽ ബാൻഡേജ് കെട്ടാത്ത ഒരേവരുടെ ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതവൻ കണ്ടുപിടിച്ചു. ഇതാരുടെ എവിടെ എറിഞ്ഞേറ്റം കൊണ്ടുപോവാടാ? എനിക്ക് പ്രിൻസിപ്പളിൽ നിന്ന് കാണണം. ലോങ് ലീവ് ഇട്ടു വന്ന് നോക്കാൻ. എന്തിനാ സാർ? കുറച്ചു ദിവസം വീട്ടിൽ പോയി കവിഴ്ന്ന് കിടക്കാനാടോ. മുട്ടി തൃശ്ശൂർ പൂര. എന്റെ വ്യാകുല മാതാവേ. എടാ ചക്രവർത്തി, രണ്ടും കൽപ്പിച്ച് എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാനങ്ങ് തുറന്നു പറഞ്ഞാലോ? അവൾക്ക് എന്നോട് താല്പര്യമില്ലാതെ വരൂ? അത് ഉറപ്പല്ലേ താല്പര്യമില്ല എന്നുള്ളത്. മച്ച എന്ത് പിണ്ണാക്ക് കാണിച്ചിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടാവാൻ? അല്ല, കാണിച്ചു മുഴുവൻ അർജുനാണെന്ന് പറയായിരുന്നു. ടിനു എന്താ ടിനു അറിഞ്ഞോ? അർജുൻ വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയിരിക്കുക, നിന്റെ ഐറ്റത്തിലേക്ക്. ചേട്ടാ, ഈ അർജുനെ കൊണ്ട് പൊറുതി വിട്ടിയല്ലോ. അവനാദ്യം ഗൗരിയുടെ മുന്നിൽ ഹീറോയി, അത് കഴിഞ്ഞ് മച്ചാനടിച്ച് പഞ്ചറാക്കി. ഇപ്പൊ മച്ചാടെ ഐറ്റത്തിലേക്ക് വീണ്ടും വന്നിരിക്കും. മച്ചാടെ കാര്യം കട്ട പോകട്ടോ. എനിക്കതല്ല, അവിടെ നിന്ന് വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയത്. മച്ചാനെ തോൽപ്പിക്കാൻ മിണ്ടിപ്പോരുത്. വേറെന്തോ കാര്യമുണ്ട്. 400 മീറ്റർ രാഹുലിന്റെ ഐറ്റമല്ലേ? ഓക്കെ, ക്യാരി ഓൺ. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി ഗൗരി? ഗൗരി, എന്താ പ്രശ്നം? ഒരുപാട് ഇഷ്ടമുള്ള ചേട്ടന്. എന്തുമാത്രം? അതെനിക്കറിയില്ല. ചേട്ടനും അങ്ങനെ തന്നെ. സ്നേഹമല്ലാതെ മറ്റൊന്നും ചേട്ടൻ എനിക്ക് തന്നിട്ടില്ല. എന്റെ ഒരു ആഗ്രഹവും ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടുമില്ല. അത്രയ്ക്ക് ഇഷ്ട ചേട്ടൻ എന്നെ. ഐ ലവ് ഹിം സോ മച്ച്. നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കേട്ടപ്പോ ഞാനെന്തോ പെട്ടെന്ന് വല്ലാതെ പതറിപ്പോയി. ഞങ്ങൾ തമ്മിൽ മത്സരിച്ച ചേട്ടൻ രണ്ടാമനായി പോകുന്ന വിചാരിച്ചിട്ട്? എന്റെ ചേട്ടൻ രണ്ടാമനാവുന്നതില് എനിക്ക് വിഷമമുണ്ട്. എന്നാ പിന്നെ ഞാൻ രണ്ടാമനായി പോരെ? എന്തോ അതും എനിക്ക് വിഷമമുള്ള കാര്യായിപ്പോ. അതെന്താ അങ്ങനെ? എന്താ ഗൗരി, എന്താന്ന് പറയേ? കുന്തം. എന്തു പറ്റി മച്ചാ? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ. എന്ത്? അവള് പറഞ്ഞിട്ടാവും മാറിയത്. അപ്പൊ അവര് തമ്മില് അവളെ എനിക്ക് നഷ്ടപ്പെട്ടാലും അവന് കിട്ടിക്കൂടാ. അതിന് നമ്മൾ എന്ത് ചെയ്യും മച്ചാ? അവര് തമ്മിൽ അകലണം, ഇല്ലെങ്കിൽ അകറ്റണം. അതിനൊരാൾ വിചാരിച്ചാലേ കഴിയൂ. ആര്? രാഹുൽ. അതിന് അർജുനും രാഹുലും ശത്രുക്കളാവണം, ഇല്ലെങ്കിൽ ആക്കണം. അതെങ്ങനെ? ചക്രവർത്തി,
ആട്ടും കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ 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 ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറ വച്ച. ഇവനെയൊക്കെ അയ്യോ, എന്താ ടിന്നു? നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഓരോ കാര്യങ്ങളെ. എന്തു പറ്റി? നമ്മുടെ അർജുനും ഗൗരിയും ശത്രുക്കളായിരുന്നല്ലോ. ഇപ്പൊ അവര് തമ്മിൽ കൂട്ടായപ്പോ ചിലർക്കൊക്കെ ഒരു സംശയം, ലവ് ആണോന്ന്. എന്തു പറയാനാ, ഞാൻ ഓടിച്ചെല്ലാത്തിനെയും. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോവും. ലാളിച്ച വളത്തിന്റെ കുഴപ്പം നിനക്കറിയോ? അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഇതേവരെ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ഇനിയോട്ട് ചെയ്യുകയില്ല. അവളിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം തെറ്റിച്ചാലോ? ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ഏറ്റില്ലല്ലോ മച്ചാ. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. എടാ, ഇത് ഫസ്റ്റ് ഇഞ്ചക്ഷൻ അല്ലേ, സ്ലോ പോയിസൺ. അപ്പൊ ഫലം സാവധാനത്തിലേ കണ്ടു തുടങ്ങും. നീ കണ്ടോ? ഇതാർക്കാ? അർജുന്. എന്താ ബർത്ത്ഡേ വലുതാണോ? പിന്നെ ചുമ്മാ. നീയും അർജുനായിട്ട് എന്താ ബന്ധം? സൗഹൃദം, സ്നേഹം, ഇഷ്ടം, പ്രേമം, അങ്ങനെ എന്തൊക്കെയോ. എനിക്കറിയില്ലടി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഇപ്പൊ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അർജുനെ സ്നേഹിക്കുന്നു. നീ അർജുനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ? പറയണം, പറയും. പക്ഷെ ഇപ്പൊ വേണ്ട. എല്ലാം കഴിഞ്ഞ് അർജുൻ ചാമ്പ്യനായി വരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്ന് പറയാം. ചാമ്പ്യനാകുന്നതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല. അത് നേടുന്നത് വരെ അർജുന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോയിക്കൂടാ. ആ വലിയ ലക്ഷ്യത്തിന് മുമ്പിൽ ഇതെല്ലാം എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ല. ഇതെന്റെ മനസ്സാണ്. അർജുനോടൊപ്പം നിന്ന് അർജുനെ വിജയത്തിലേക്ക് നയിക്കാൻ വെമ്പുന്ന എന്റെ മനസ്സ്. ആ പിന്നെ ജയിച്ചു കഴിയുമ്പോ ഇതിങ്ങ് തിരിച്ചു വന്നേക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മനസ്സ് പോലും ഇല്ലാതെ ഞാൻ ഇവിടെ എല്ലാം അലഞ്ഞു തിരിയും. ഹലോ, വെറുതെ പറഞ്ഞതല്ല, അധികം തന്നേക്കണം. അർജുൻ ചാമ്പ്യനാകും അണിഞ്ഞിരുന്ന സ്പൈക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാലോ. ഗൗരി, താങ്ക്സ്. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി എന്റെ കൂടെ ഉള്ളത് എനിക്കൊരു ബലമാണ്. എനിക്കും അങ്ങനെ നിന്ന. ബൈ.